തുടങ്ങിയിട്ട് പിന്നെ ഒരു പൂ വിടരുന്ന പോലെ ചിരി അങ്ങോട്ട് വിടർന്ന് വരണം. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ചിരിക്കാതിരിക്കുമ്പോൾ നമ്മൾ വയസ്സന്മാരായിരിക്കും. ചിരിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മളിങ്ങനെ ചെറുപ്പമായിട്ട് വരും, വിടർന്ന് വരും. ഓക്കെ, എന്നാ റെഡിയാണോ? ആദ്യം എല്ലാവരും വായ അടച്ചിട്ട് നല്ലൊരു ചിരിയുടെ ഭാവം മാത്രം എടുക്കാം. പിന്നെ അതിങ്ങനെ വലുതായി വരുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നന്നായിട്ട് ഏത് ബസ്സുകാരാ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നോക്കട്ടെ. ചിരി ആദ്യം മെല്ലെ വായ അടിച്ചിട്ട് മെല്ലെ ചിരിക്കും. പിന്നെ മെല്ലെ ഇങ്ങനെ വിടർന്ന് വരണേ. കുഴപ്പമില്ല. ഓക്കെ, ചിരി ഓവറായാലും ചിലപ്പം ഹൃദയത്തിന് സ്ട്രെയിൻ വരും. അപ്പം അങ്ങനെയുള്ളവരെ അധികം ചിരിക്കരുത് കേട്ടോ, അത് പ്രത്യേകം പറയണം. ഏതായാലും നമ്മള് എല്ലാവർക്കും ഇങ്ങനെ തെരുവുപോയോ? ഇല്ല. അപ്പൊ ഓവറാ അങ്ങനെയുള്ളവർ അധികം ചിരിക്കണ്ട, മനസ്സിലായില്ലേ? ചിരി ചിലപ്പോ എന്ത് നല്ല കാര്യം കുറച്ച് ഓവറായി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയാറില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും പരസ്പരം കാണുമ്പോൾ അങ്ങനെ കൈ കൊടുക്കൂലേ? കൈ കൊടുത്തിട്ട് നമ്മൾ ഹായ് പറയും, നമസ്കാരം പറയും, അസ്സലാമു അലൈക്കും പറയും, അങ്ങനെ എന്തെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ നമ്മുടെ നമ്പറോട് ഒരു ഹായ് പറയും, എന്നിട്ട് ചിരിക്കും. എല്ലാരും കൈ കൊടുക്കുക, പുറത്തുള്ളവരൊക്കെ കൊടുക്കും, കൈ കൊടുക്കും. ഹൃദയത്തിന് അസുഖമുള്ളവരൊക്കെ ചെറുങ്ങനെ ചിരിച്ചാൽ മതി കേട്ടോ. എനിക്കിത് തംസപ്പ് കൊടുത്തിട്ട് അങ്ങനെ ചിരിക്കട്ടോ. ഇനി വേറൊരു ചിരി കൂടി കാണിക്കാം. ചിരി ഞാൻ പറഞ്ഞില്ലേ, ചിരിച്ചാൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് പ്രായം ചെറുതാവും. പണ്ടെന്നെ പറഞ്ഞു കേട്ടിട്ടില്ല, നമ്മള് ചിരിച്ചാൽ ആയുസ് കൂടുന്നു കേട്ടിട്ടില്ലേ? അത് വെറുതെ പറയുന്നതൊന്നല്ല, അത് സത്യമാണ്. നമ്മൾ കുട്ടിയായിരുന്നു കുറെ ചിരിക്കായിരുന്നു അല്ലേ? വലുതാവുമ്പോഴാണ് ആൾക്കാർ ചിരിച്ചാല് അതെന്തോ മോശമാണെന്ന് പറയാം. ചിരി മോശമല്ല, ചിരി ഏറ്റവും നല്ല സാധനമാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ, ഒരു ചായ കാച്ചൽ ചിരി കാണിക്കാം. നമ്മൾ ചായ കാച്ചുമ്പോൾ പണ്ടൊക്കെ അല്ലെ എങ്ങനെ കാച്ചാൽ ഇങ്ങനെ കോരൂല്ലേ ചായ? ഇങ്ങനെ ഒരു ഗ്ലാസ്സിക്ക് ചായ ഇങ്ങനെ ഒരു പുകയാക്കി എടുക്കും, എന്നിട്ട് കുടിക്കുക ചെയ്യാം അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം, ചായ നന്നായിട്ട് ഇങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുന്ന വല്ല കടിയതാ. ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം ഉള്ളവര് ചെറുങ്ങനെ പുഞ്ചിരിച്ചാൽ മതി കേട്ടോ, പ്രത്യേകം ഓർക്കണേ. ഒന്നാക്കി ആക്ഷൻ അടിക്കും. ഇനി നമുക്കൊരു ക്ലാപ്പിംഗ് ആഫ്റ്റർ യോഗ കാണിക്കാം. അത് നല്ലൊരു എക്സസൈസ് ആണ്. പ്രഷറൊക്കെ കുറയാൻ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ ഹൃദയത്തിന് അസുഖമുള്ളത് വീണ്ടും പറയണം, ഓവർ ചിരിക്കരുത്. ഓവർ ചിരിച്ചാലും ചിലപ്പം ഒരു സ്ട്രെയിൻ വരും. നമുക്ക് മൈക്ക് വെച്ചു എല്ലാരും ആക്കി. ഓക്കെ, അപ്പൊ ചിരിക്കാൻ സമയം കണ്ടെത്തും, മനസ്സിലായില്ലേ? ഒരൊറ്റ ചിരി മതി. നമ്മൾ മൂഡ് ഓഫിലായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് പ്രഷർ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല എക്സസൈസ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് നിങ്ങളെ ചെറുപ്പം. ഇപ്പം ചെറുപ്പമാവുന്ന തോന്നുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് നോക്കണ്ട, നമ്മൾ നോക്കണ്ട. നമുക്ക് എത്ര വയസ്സായി എന്നുള്ള നമ്പർ പ്ലേറ്റ് നമ്മൾ നോക്കണ്ട. നമ്മുടെ ശരീരത്തിന്റെ ആയുസ് എത്രയാണ്, നമ്മുടെ മനസ്സിന്റെ വയസ്സ് എത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിന് ആ ആയുസ് കിട്ടണേ നമ്മൾ ചിരിക്കണം. ഇനി നമുക്ക് ഡാൻസ് ചെയ്യാം അല്ലേ? ഓക്കെ.